അങ്ങനെ 2.25 കോടി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉള്ള കുറ പാർട്ടി അല്ലെങ്കിൽ നമ്മളെ പാറ്റ പാർട്ടിന്റെ ജന്തർ മന്ദറിൽ ഡൽഹിയിൽ ഇന്ന് രാവിലെ 9 മണിക്ക് നടക്കാനുള്ള പ്രതിഷേധ പ്രകടനത്തിൽ 50 ആള് പോലും തികച്ചില്ല. അത് അവന്മാർ ചരിത്രം കുറിച്ചിരിക്കുക. വലിയ തോതിലുള്ള സുരക്ഷാ വിന്യാസങ്ങളുണ്ട്. നിരവധി പോലീസുകാർക്ക് വലയത്തിലാണ് ഇപ്പോൾ ജന്തർ മന്ദർ ഉള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അഭിജിത്തിയുടെ അനുയായികൾ ആരും തന്നെ ഇവിടെ എത്തപ്പെട്ടില്ല എന്നതാണ്. ഈ ദൂരെ ആ കാണുന്ന പ്രദേശത്താണ് ഈ അഭിജിത്തിയുടെ ഈ സംഘം ഈ സമരം നടത്തുന്നത് അല്ലെങ്കിൽ പ്രതിഷേധ ഓൺലൈൻ നോക്കിലേക്ക് ഇറങ്ങി വരുന്നാൽ നമ്മൾ ഉദ്ദേശിച്ച അത്രയും ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന ദൃശ്യങ്ങൾ മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് ജനാരവും 1 ലക്ഷത്തോളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ബാരിക്കേഡ് കെട്ടി തിരിച്ചിരിക്കുന്നത്. എന്നാൽ ആ പ്രതീക്ഷിച്ചതിനോട് തട്ടിച്ചു നോക്കുമ്പോൾ അത്രത്തോളം വലിയ ആൾക്കൂട്ടം ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത്. ഈ ജൻസികളോടൊന്ന് പറയും, രാവിലെ മോനെ 9 മണിയാണ് എണീക്കുക വന്ന് സമരത്തിലേക്ക് പോരുന്നത്. ഇത് വല്ല കമ്മികളെങ്ങനെയായിരുന്നെങ്കിൽ ജസ്റ്റ് വാടകയ്ക്ക് കുറച്ച് ബംഗാളികളെ കൊണ്ടുവന്ന ഒരു 100 ആണെങ്കിലും തേച്ചേനെ. ഇതിപ്പോ പത്രക്കാരൊരു 10-35 ആള്, മറ്റേ ഈ കൂറ പാർട്ടിക്കാരൊരു 10-20 ആള്. ഏറ്റവും വലിയ കോമഡി വെച്ചാലേ ആകെ 50 ആളുടെ പ്രതിഷേധത്തിന് ഏത് മീഡിയ കവർ ചെയ്യാനാണ്? പക്ഷെ മലയാളത്തിലെ സകല മീഡിയകളും അവിടെ പോയിട്ട് ഫുൾ കവറേജാ. നമ്മൾ വിചാരിച്ചത്ര ആൾക്കാർ വന്നില്ലല്ലേ? എന്താ വരുമായിരിക്കും, ചിലപ്പോൾ വരും. എന്നിട്ട് എല്ലായിടത്തും വരും. ഇതാ അഭിഷേക് ദീപ്കെ മറ്റെന്താണ് ഭരണഘടനയും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു, അതിങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ഈ ഇപ്പുറത്തുള്ള സമരത്തിന്റെ ഫോട്ടോ കൊടുക്കുന്നില്ല. ഇതിൽ ഏറ്റവും വലിയ രസം എന്താ അറിയാം, ഈ മണ്ടന്മാര് വിചാരിച്ച് എന്താണ് സമരത്തിന് അനുമതി കിട്ടൂല, അപ്പൊ അനുമതി കിട്ടാത്തതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് കുണ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ കേന്ദ്ര സർക്കാരിന്റെ ഫാസിസം മാങ്ങാ തേങ്ങ എന്ന് പറയാന്ന് വെച്ചാൽ വരുന്നത്. അനുമതി രാവിലെ പോയി അനുമതി ചോദിച്ച് ഗവൺമെന്റ് രാവിലെ തന്നെ അനുമതി കൊടുത്തപ്പോ പിന്നെ കുടുങ്ങിയില്ലേ. പിന്നെ അനുമതി കിട്ടി, ഒന്നും പറയാനും പറ്റില്ല. ഇപ്പം എല്ലാം കൂടി ഉച്ചയാവുന്നതിന് മുന്നേ മഴ പെയ്യും, ചിലപ്പോൾ പറയാൻ പറ്റും. ഉച്ചയാവുന്നതിന് മുന്നേ വീട്ടിൽ പോകുന്നതല്ലേ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെയൊക്കെ കണ്ടിട്ട് മറ്റേ പാർട്ടി എന്തോ മറക്കും. ഞാനൊക്കെ ശരിക്കും വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച ആകെ ഡൽഹി തലസ്ഥാനം നടുങ്ങും, ഡൽഹി വിറയ്ക്കും, മോഡി രാജിവെക്കും, ആകെ ബഹളാന്നായി വിചാരിച്ച്. പക്ഷെ ഇതൊരുമാതിരി ആദ്യം ഉണ്ടല്ലോ ഈ ഇൻസ്റ്റാഗ്രാമിൽ 2 കോടിയും കണ്ടുകൊണ്ട് റോട്ടിലിറങ്ങിയിരിക്കില്ല. ആദ്യം നിങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ വല്ല വർക്ക് ചെയ്യും. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വ്യൂസ് എങ്കിലും കുറച്ച് ലോജിക്കലായിരിക്കണം, അല്ലെങ്കിൽ ആവശ്യങ്ങൾ കുറച്ച് ലോജിക്കലായിരിക്കണം. ഇതൊന്നും ഇല്ലാതെ ചുമ്മാ ഞങ്ങൾ കൂറ പാർട്ടി ഈ കേരളത്തിൽ കുറെ ആളുണ്ടായല്ലോ, ഈ കുറെ കമ്മികളും കൊങ്ങികളും സുടുക്കളൊക്കെ ഈ കൂറ പാർട്ടി കൂടെ ഒന്നും എന്താ പോയില്ല എനിക്കറിയാം. എനിക്ക് തോന്നുന്നത് കമ്മികളെ വയ്ക്കുമ്പോൾ ഈ സുടുക്കളെ വയ്ക്കുമ്പോൾ ഏതോ കുറച്ച് കമ്മികൾ ഞാൻ അവിടെ വരുന്നു പറയേണ്ട ആളെ കൂട്ടെ. പിന്നെ എനിക്കൊന്ന് കോൺഗ്രസ് ആയിട്ട് പിന്നെ കേരളത്തിൽ ബിസി അല്ലേ ഭരണത്തിൽ, അതുകൊണ്ട് ആ വഴിക്കാണ് പോയി തോന്നുന്നത്. പിന്നെ നമ്മൾ ജർമ്മൻ ഷെപ്പേർഡൊക്കെ ഉണ്ട്, എന്റെ കേരള ഘടകം കുറെ എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ നോക്കുമ്പോൾ കുറെ കുറ പാർട്ടിക്കാരെ കണ്ടിരുന്നു. പക്ഷെ ഒറ്റൊന്നും ഡൽഹി പോയില്ല തോന്നുന്നു. എനിക്കറിയില്ല, ചിലപ്പം വിലയും കൂലി ഇല്ലാത്തതുകൊണ്ട് വീട്ടുകാരോട് പൈസ വെക്കേണ്ടി വരും. വീട്ടുകാർ പൈസ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ ഡൽഹി പോട്ടെ വിചാരിച്ചിട്ടുണ്ടാവും. ഒരു 100 ആളെങ്കിലും പോട്ടെ, ഒരു 50 ആളെങ്കിലും ഒപ്പിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് എന്ത് പ്രതിഷേധം നടത്തി ഉണ്ടാക്കാനാ? നിങ്ങൾക്ക് മനസ്സിലായില്ല, ഒരുത്തരും നിങ്ങൾക്ക് ഒരു പട്ടി വിലയും തന്നിട്ടില്ല. എന്തോ കൂറ പാറ്റാൻ നേടുമ്പോൾ കുറെ എണ്ണം കയറി ഫോളോ ചെയ്ത്. ഞാൻ അറിയില്ല, പാകിസ്ഥാൻ അതിർത്തിയും ബംഗ്ലാദേശ് അതിർത്തിയും കൂടി തുറന്നു കൊടുത്താൽ നിങ്ങൾ ഈ 2.25 കോടി ആൾക്കാർ വരാൻ മതിയോ? ചോദിക്കും. ഇപ്പൊ സംശയമുണ്ട്.